മേയർ സ്ഥാനത്തിന് കോഴ ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയ കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിന് സസ്പെൻഷൻ. ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഈ മേയർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ്. ഇത്തരത്തിൽ കോഴ ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ലാലി ജെയിംസ് രംഗത്തെത്തിയത്. അതും നേരിട്ട് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾക്കെതിരെയായിരുന്നു ലാലി ജെയിംസ് രംഗത്തെത്തിയത്. ഇപ്പോൾ ലാലി ജെയിംസിനെതിരെ പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് നടപടിയെടുത്തിരിക്കുന്നത്? സ്വാതി, നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ലാലി പ്രതികരണം നടത്തിയ ഉടൻ തന്നെ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് തന്നെ കർശനമായ നടപടി ഉണ്ടാകും, അത് ഏറ്റവും വേഗത്തിൽ തന്നെ നടപ്പിലാക്കും എന്നുള്ള കാര്യം. കോൺഗ്രസിന്റെ തന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ എന്നുള്ള നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെതിരായിട്ടുള്ള ആരോപണം. അത് പാർട്ടി ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും എതിരായിട്ടുള്ള ആരോപണം എന്ന് തന്നെ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കടുത്ത വികാരം ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിലെ ഭാരവാഹികൾക്കും അടക്കം ലാലിക്കെതിരെ ഉണ്ടായി. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രസ്താവന നടത്തി 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് അതിവേഗ നടപടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഇത്ര വേഗത്തിൽ നടപടികൾ എടുക്കുക അസാധാരണമായ സാഹചര്യങ്ങളിലാണ്. രാഹുൽ മാങ്കൂട്ടം പോലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പോലും വളരെ ആലോചിച്ച് എടുത്തുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത്. പക്ഷേ ദേശീയ നേതാവിനെതിരെ ഒരു വിഷയത്തിന്മേൽ അദ്ദേഹം അഴിമതിക്കാരനാണ്, പണം വാങ്ങിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ച കോർപ്പറേഷൻ കൗൺസിലർക്കെതിരെ, മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെ അതിവേഗത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കിലാണ് ഇപ്പോൾ സംസ്ഥാന സംഘടനാ ഭാരവാഹിയായിട്ടുള്ള നെയ്യാറ്റിൻകര സനലിന്റെ പേരിൽ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും മഹിളാ കോൺഗ്രസ് നേതാവുമായ ശ്രീമതി ലാലി ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലുള്ള വാർത്താക്കുറിപ്പിലൂടെയാണ് ലാലി ജെയിംസിനെ സസ്പെൻഷൻ ചെയ്തതായി ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. എത്ര കാലത്തേക്കാണ്, എത്ര സമയത്തേക്കാണ് സസ്പെൻഷൻ എന്നുള്ള നിലയിലൊന്നും നമുക്കൊരു വ്യക്തതയില്ലാത്ത ഒരു വാർത്താക്കുറിപ്പാണ്. ഏതായാലും ലാലി ഈ സസ്പെൻഷനെ സംബന്ധിച്ചുകൊണ്ട് നടപടി ഉണ്ടായാലും തനിക്ക് പ്രശ്നമില്ല, താൻ പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ അവരുമായി സംസാരിക്കുമ്പോഴും ഇതേ നിലയിൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായത്. സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും കോൺഗ്രസിനെ ഈ വലിയൊരു വിജയം തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ സംസ്ഥാനത്തൊട്ടാകെ നേടി നിൽക്കുമ്പോൾ ആ വിജയത്തിന്റെ തിളക്കം കെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ തന്നെയാണ് ലെവിൻ, വലിയ വിജയം കോൺഗ്രസിന് തൃശൂരിൽ ഉണ്ടായി. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾക്ക് വക ഉണ്ടായിരുന്ന ഒരു വിജയം, അതിന്റെ തിളക്കമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എത്രയും വേഗം ലാലി ജെയിംസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു എന്നുള്ളത് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ജോസഫ് ടാജറ്റിനെതിരെ മാത്രമല്ല, അല്ലെങ്കിൽ നിജി ജസ്റ്റിനെതിരെ മാത്രമല്ല, KC വേണുഗോപാൽ പക്ഷം അവിടെ കളിച്ചു. അതുകൊണ്ടാണ് തനിക്ക് ഈ ഒരു സ്ഥാനം നഷ്ടമായത് എന്നുള്ളത് കൃത്യമായി നേതാവിനെതിരെ തന്നെയാണ് ലാലി ജെയിംസ് മുന്നോട്ട് വന്ന ആ വാക്കുകളിലെല്ലാം വ്യക്തമായിരുന്നു. എത്രയും വേഗം അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു എന്നതിന് അർത്ഥം ഇപ്പോൾ ലെവിൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു നേതാവിനെതിരെ ഇത്രയും വലിയ ആരോപണം, അതും കോഴ വാങ്ങി പണപ്പെട്ടി തൂക്കി നടന്നവർക്ക് സീറ്റ് നൽകി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് കൊണ്ടല്ലേ എത്രയും വേഗം ഈ ഒരു അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. കാരണം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പലരും പല വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ദേശീയ നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് കോൺഗ്രസിനെ, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച്. നേതൃത്വത്തെ വീട്ടിലാക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളെ അടക്കം ആരോപണ വിധേയരാക്കുന്നതിനൊപ്പം തന്നെ ദേശീയ നേതാവിനെ ഇത്തരത്തിൽ ഒരു അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട്, പണപ്പെട്ടി വാങ്ങി ഉപയോഗിക്കുന്ന ആളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം, അതിന് കടന്ന പ്രതികരണമാണ് എന്നുള്ളത് കോൺഗ്രസ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ലാലി ജെയിംസിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ മെറിറ്റുണ്ട്, അവർ പറയുന്നതിൽ നീതിയുണ്ട് എന്നുള്ളൊരു പക്ഷക്കാരും കോൺഗ്രസിലുണ്ട്. പക്ഷേ അവർ അങ്ങനെ പറയുമ്പോൾ പോലും ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാലിനെതിരെ ഇത്തരത്തിലൊരു കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് അത് പാർട്ടിക്ക് ഭൂഷണമല്ല. പാർട്ടി നേതാക്കളെ മാത്രമല്ല, പാർട്ടി ഒന്നാകെ
പ്രതിസന്ധിയിലാക്കുന്ന ഒരു വർത്തമാനമാണ് അവരുടെ ഭാഗത്തു നിന്ന്, ഒരു സംഭാഷണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി ശരി. ലെവിൻ പ്രവർത്തകരുടെ കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസിന് സസ്പെൻഷൻ എന്നുള്ളതാണ്. തൃശൂർ മേയർ സ്ഥാനം ലഭിച്ചത് കോഴ നൽകിയതിന് പിന്നാലെയാണ് ഡോക്ടർ നിജി ജസ്റ്റിന് മേയർ സ്ഥാനം ലഭിച്ചത് എന്നുള്ളത് ആയിരുന്നു ലാലി ജെയിംസ് ഉയർത്തിയ വിമർശനം. ജോസഫ് ടാജറ്റിനെ മാത്രമല്ല KC വേണുഗോപാലിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു ലാലി ജെയിംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് പിന്നാലെയാണ് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്, ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.